നിൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവിൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ആമേൻ. ഹല്ലേലൂയ. എഫെസ്യ ലേഖനമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ഇതിനകത്ത് 5:1 മുതൽ ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുവാൻ നമ്മൾ 8-ാം വാക്യത്തിലേക്ക് വരുന്നത്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൻ്റെ വെളിച്ചം ആകുന്നു. സ്തോത്രം. ഈ ഒറ്റ വാക്യത്തിനകത്താണ് നമ്മൾ വരാൻ പോകുന്നത്. ദൈവവചനം പറയുന്നു, മുമ്പേ നമ്മൾ ഇരുളായിരുന്നു. എത്ര പേർക്കറിയാം, നമ്മൾ കർത്താവിനെ അറിയുന്നതിന് മുമ്പ്, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇരുളിൻ്റെ മക്കളായിരുന്നു, അല്ലേ? വചനം പറയുന്നത്, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കൊരിന്ത്യ ലേഖനവും ഗലാത്യ ലേഖനവും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത്, നിങ്ങൾ ഇരുളിൻ്റെ മക്കളായിരുന്നു. നമ്മൾ മുമ്പേ ഇരുളായിരുന്നു, ഇരുളിൻ്റെ സ്വാധീനത്തിനകത്തായിരുന്നു, വാഴ്ചകളും ഇരുളിൻ്റെ വാഴ്ചകൾക്കകത്തായിരുന്നു നമ്മൾ. എന്നാൽ അവൻ നമ്മളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. ഹല്ലേലൂയ. എന്തിനാ വിളിച്ചത്? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചത് അവൻ്റെ സദ്ഗുണങ്ങളെ പ്രഘോഷിപ്പാൻ തക്കവണ്ണം രാജ്യവും രാജകീയ പുരോഹിത വർഗവുമായി സ്വർഗത്തിൻ്റെ ദൈവം നമ്മെ വിളിച്ചു. പത്രോസിൻ്റെ ലേഖനത്തിനകത്ത് നമ്മൾ കാണുന്നു. ഇവിടെ പൗലോസ് പറയുന്നു, മുമ്പേ നമ്മളോ ഇരുളിൻ്റെ മക്കളായിരുന്നു. ഇരുളിൻ്റെ പ്രവൃത്തികളാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തിയിരുന്നത് ഇരുളായിരുന്നു, ഇരുളിൻ്റെ പ്രവൃത്തികളായിരുന്നു, ഇരുളിൻ്റെ അനുഭവങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഇരുളിൻ്റെ ശക്തികളാണ് നമ്മളെ വാണുകൊണ്ടിരുന്നത്. എന്നാൽ ദൈവവചനം പറയുന്നു, കർത്താവിൽ നിങ്ങൾ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. വചനം നിങ്ങൾ ശ്രദ്ധിച്ച്, ഇതിനകത്ത് പറയുന്നത്, നാം ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു എന്നല്ല, നമ്മളെ എന്താക്കിയിരിക്കുകയാണ്? വെളിച്ചമാണ്. ഇവിടെ നോക്കുക, കർത്താവ് പറഞ്ഞത് നിങ്ങളെ ഈ വെളിച്ചത്തിനകത്തേക്ക് കൊണ്ടുവന്നെന്നല്ല, യു ആർ ദ ലൈറ്റ്. നിങ്ങൾ ദൈവത്തിൻ്റെ വെളിച്ചമാണ്. ഒരു സ്തോത്രം പറഞ്ഞേ, മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. കാരണം നമ്മുടെ അകത്തൊരു പ്രകാശം സ്വർഗത്തിൻ്റെ ദൈവം തന്നു. കാരണം നമ്മളെ തന്നെ ബൾബാക്കി മാറ്റി, നമ്മളെ തന്നെ ദൈവം വെളിച്ചമാക്കി മാറ്റി. എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്, ഞാൻ ഒരു ലൈറ്റാണ്? അതുകൊണ്ടാണ് വചനം പറയുന്നേ, നിങ്ങളെ ലോകത്തിൻ്റെ വെളിച്ചമാക്കി, ഹല്ലേലൂയ, നിങ്ങളെ ലോകത്തിൻ്റെ ഉപ്പാക്കി, ലോകത്തിൻ്റെ വെളിച്ചമാക്കി ഈ സ്വർഗത്തിലെ ദൈവം മാറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, അത് ഞങ്ങൾ വീട്ടിലൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ, ഹല്ലേലൂയ, ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ആ റൂം മുഴുവൻ ഇരുളാകും. ഇരുളാകുന്ന സമയത്ത് ഈ എവിടെ നിന്നെങ്കിലും മിന്നാമിനിങ്ങ് ഇതിനകത്തോട്ട് കയറി വരും. ഭയങ്കര ഗാഢമായ ഇരുട്ടാണ്, തമ്മിൽ കണ്ടുകൂടാ. പക്ഷേ ഹല്ലേലൂയ, ഈ മിന്നാമിനിങ്ങ് ഇതിനകത്തോട്ട് കയറുമ്പോൾ ഹല്ലേലൂയ, അതിൻ്റെ അകത്തുള്ള പ്രകാശം വളരെ മൈന്യൂട്ട്, വളരെ ചെറിയ പ്രകാശമാണ്. പക്ഷേ ഈ മിന്നാമിനിങ്ങ് ആ ഇരുളിനെ ഭേദിച്ച് ഇതിനകത്തോട്ട് വരുമ്പോൾ ആ റൂമിനകത്തൊരു വെളിച്ചം, നമുക്ക് കാണാൻ കഴിയുന്ന അളവിൽ ഒരു വെളിച്ചം വ്യാപരിക്കുന്നു. കാരണം ഹല്ലേലൂയ, മിന്നാമിനിങ്ങ് സ്വയമായി പ്രകാശിക്കുന്ന ഒരു ഇതാണ്, അല്ലേ? ഹല്ലേലൂയ. അത് സ്വയമായി പ്രകാശിച്ചുകൊണ്ട്, അതിൻ്റെ പ്രകാശത്തിൻ്റെ വലിപ്പമല്ല, പക്ഷേ ആ ഗാഢമായ ഇരുളിനെ വരെ കീറി മുറിച്ചുകൊണ്ട് അതിനകത്ത് പ്രകാശം വ്യാപരിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മെ അതുപോലെ ഹല്ലേലൂയ സ്വയം പ്രകാശിക്കുന്ന വെളിച്ചമാക്കി സ്വർഗത്തിലെ ദൈവം നമ്മെ മാറ്റിയിരിക്കുന്നു. എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്, ഞാനൊരു ലൈറ്റാണ്? ഹല്ലേലൂയ. ഇരുളിനകത്ത് ഇരുളിനെ ഹല്ലേലൂയ ദൂരീകരിക്കുവാൻ, ഇരുളിനെ മാറ്റിക്കളയുവാൻ ശക്തിയുള്ള ഹല്ലേലൂയ ഒരു ലൈറ്റാക്കി സ്വർഗത്തിലെ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞേ. നമുക്ക് സ്വയമായ ഒരു കഴിവ് സ്വർഗത്തിൻ്റെ ദൈവം തന്നിരിക്കുന്നു.
ഹല്ലേലൂയ. ആ കഴിവാണ് നമ്മുടെ അകത്ത് ഒരു തീ ദൈവം തന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ അകത്തൊരു തീ ദൈവം തന്നിട്ടുണ്ട്. ഈ തീയെ ഹല്ലേലൂയ ജ്വലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അല്ലെങ്കിൽ ഈ തീ നമ്മുടെ അകത്ത് ഓൾറെഡി ലൈറ്റ് നമ്മുടെ അകത്തുണ്ട്. ഇതിനെ ജ്വലിപ്പിക്കുകയാണ് നമ്മുടെ ജോലി. ഹല്ലേലൂയ. സ്തോത്രം. അല്ലെ, അത് എത്രമാത്രം ജ്വലിക്കുമോ, എത്രമാത്രം പ്രകാശിപ്പിക്കുമോ, അത്രമാത്രം ഇരുള് നീങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കും. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. പലപ്പോഴും ക്രൈസ്തവ വിശ്വാസത്തിനകത്ത് വിശ്വാസികളുടെ ഇടയിൽ കാണുന്നത്, നാം ഇരുളിനകത്ത് നിൽക്കുന്ന അനുഭവത്തിനകത്ത് ഹല്ലേലൂയ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ വീട്ടിനകത്ത് ഭയങ്കര ഇരുളാണ്, അല്ലെങ്കിൽ ആ വീട്ടിൽ കയറാൻ പറ്റില്ല, എനിക്ക് അതിനകത്ത് കയറിയ രോഗമാണ്, അസ്വസ്ഥതയാണ്, പ്രശ്നമാണ്, ഭയങ്കര പോരാട്ടമാണ്, ഭയങ്കര ബന്ധനമാണ്. ഹല്ലേലൂയ. അവിടെ കിടന്ന് നമ്മൾ എന്ത് ചെയ്യുവാണ്? പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇരുളെ മാറുക, അതിനുവേണ്ടി ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ, ശാസിക്കുന്നു, വചനം പറയുന്നു, അത് ഇരുൾ മാറിപ്പോകട്ടെ, ഭയങ്കര നമ്മൾ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ കൽപ്പിക്കുകയാണ്, മാറട്ടെ, ഇരുൾ മാറട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഈ ഇരുളിനകത്തോട്ട് കയറിയിട്ട് വലിയ ബക്കറ്റ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇരുളിനെ കോരിക്കളയാൻ ശ്രമിക്കുന്നത് പോലെയാണ് നമ്മുടെ ഈ ഇരുളിനകത്തോട്ട് കയറിയിട്ട് അവിടെ അതിനകത്ത് കിടന്ന് എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഇരുളിനെ പിശാചേ പോ, ഹല്ലേലൂയ, എൻ്റെ വീട്ടിൽ നിന്ന് മാറുക എന്നൊക്കെ പറഞ്ഞ് ശാസിക്കുന്നത് നമ്മൾ അല്ലെങ്കിൽ ആ ഇരുളിനെ കോരിക്കളയാൻ ശ്രമിക്കുന്നത് തുല്യമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഈ ഇരുൾ പോകാനായിട്ട് ഒറ്റ രീതിയേ ഉള്ളൂ, ഒറ്റ മാർഗമേ ഉള്ളൂ. എന്ത് ചെയ്യുക? പറഞ്ഞേ. ഹല്ലേലൂയ. അതിനകത്തെ ലൈറ്റ് ഇടുക, അല്ലേ? സ്തോത്രം. അല്ലാതെ നിങ്ങൾ ഇരുളിനെ മാറ്റാൻ പറ്റുമോ? ഹല്ലേലൂയ. എങ്ങനെയൊക്കെ പറഞ്ഞാലും, എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാലും, എങ്ങനെയൊക്കെ ശാസിച്ചാലും ഇരുൾ മാറുമില്ലേ? മാറില്ല. ഹല്ലേലൂയ. ഇരുൾ മാറണമെങ്കിൽ നീ ഇരുളിനകത്തൊരു ലൈറ്റായി മാറും. നിന്റെ അകത്തൊരു പ്രകാശം വ്യാപരിക്കപ്പെടണം. ഏത് അന്ധകാരം പിടിച്ച വീടും പ്രകാശമാക്കി മാറ്റാൻ കഴിയും, നീ ഒറ്റ ആൾ വിചാരിച്ചാൽ മതി. ഒരു സ്തോത്രം പറഞ്ഞേ. ഏത് ബന്ധനത്തിനകത്തും, ഏത് വാഴ്ചയ്ക്കകത്തും, ഏത് ഇരുളിനകത്തും അല്ലെങ്കിൽ ആ ഇരുളിനെ മാറ്റാനുള്ള അഭിഷേകമാണ്, ഇരുളിനെ മാറ്റാനുള്ള തീയാണ് സ്വർഗത്തിലെ ദൈവം. പ്രിയ ദൈവജനമേ, നിന്റെ അകത്ത് സ്വർഗത്തിലെ ദൈവം പകർന്നിരിക്കുന്ന തീക്ക് ഏത് ഇരുളിന്റെ വാഴ്ചകളെയും വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഹല്ലേലൂയ, ഇന്ന് പകലിൽ ഇവിടം വിട്ട് മടങ്ങുന്നത് ഹല്ലേലൂയ ഇരുളിനെ മാറ്റുന്ന തീപ്പന്തങ്ങളാകിട്ടെ. ഹല്ലേലൂയ. ഇവിടം വിട്ട് മടങ്ങാവോ? ഹല്ലേലൂയ. ഇനി നിനക്ക് പോരാട്ടമല്ല, ഹല്ലേലൂയ, നീ അല്ലെങ്കിൽ ഭത്സിക്കുകയല്ല. നീ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ, നീ അതിലേക്ക് നടന്ന് ചെല്ലുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി നിന്റെ ഭവനത്തിനകത്ത് വാഴുന്ന, നിന്റെ കുടുംബത്തിനകത്ത് വാഴുന്ന ഇരുൾ നീങ്ങുന്നത് നീ കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ദൈവം ഇതിനകത്ത് നിന്നെ കൊണ്ടിരുത്തിയത് ഹല്ലേലൂയ, നീ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ തീപ്പന്തമാക്കി സ്വർഗത്തിലെ ദൈവം നിന്നെ മടക്കി വിടാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകലിൽ ചേർന്ന് ദൈവത്തിന്റെ അകത്ത്, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന തീയെ, അല്ലെങ്കിൽ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന തീയെ ഇന്ന് ജ്വലിപ്പിച്ചിട്ടല്ലാതെ നീ ഇവിടെ നിന്ന് മടങ്ങരുത്. എനിക്കറിയാം, ഇതിനകത്തിരിക്കുന്ന എല്ലാവരുടെ അകത്ത് ഒരു തീ കഷ്ണം കിടപ്പുണ്ട്, ഒരു തീപ്പൊരി കിടപ്പുണ്ട്. എന്നാൽ ആത്മാവിന്റെ കാറ്റെന്ന് ആ തീപ്പൊരികളെ, ഹല്ലേലൂയ, ആത്മാവിന്റെ കാറ്റ് നിന്റെ മേൽ ഇന്ന് പകലിൽ വീശുന്നത്, ഹല്ലേലൂയ, നിന്റെ മേൽ ഇന്ന് ഈ ഹോളിനകത്ത് വ്യാപരിക്കുന്ന ആത്മാവിന്റെ കാറ്റ് വീശും. നിന്റെ അകത്ത് കിടക്കുന്ന തീ കഷ്ണത്തെ ഒരു തീപ്പന്തമാക്കി പരിശുദ്ധാത്മാവിന്ന് ജ്വലിപ്പിക്കാൻ പോകുന്നു. യെസ്, ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ നിറഞ്ഞ് ഹല്ലേലൂയ നിന്റെ അകത്ത് കിടക്കുന്ന തീയെ, ഹല്ലേലൂയ, അകത്ത് കിടക്കുന്ന തീ കഷ്ണത്തെ, അതിന് കരിക്കട്ട പോലെ കിടക്കുന്ന നിന്റെ ആത്മീയ അനുഭവത്തെ ഇന്ന് ചൂട് പിടിപ്പിക്കാൻ പോകുന്ന പകലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ അകത്ത് നിന്ന് തീ കത്തുമ്പോ ഹല്ലേലൂയ ചില ഇരുളിന്റെ സ്വാധീനങ്ങൾ, ഇരുളിന്റെ ശക്തികൾ നിന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന, ഞെരുക്കുന്ന ഹല്ലേലൂയ വാഴ്ചകൾ, ഇരുളിന്റെ വാഴ്ചകളെ, അധികാരങ്ങളെ ഹല്ലേലൂയ നീ തുടച്ചു മാറ്റാൻ പോകുന്ന പകൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ശക്തിയോടെ പോരാ.
ഇന്ന് പകലിൽ അല്ലെങ്കിൽ മടങ്ങുന്നതിന് മുമ്പ് നിന്റെ ദൈവത്തിന്റെ ആത്മാവ് ഒരു തീപ്പന്തമാക്കി, തീ കഷ്ണമാക്കി പരിശുദ്ധാത്മാവ് പുറത്തെടുക്കാൻ പോകുന്നു. റിസീവ് ഇറ്റ്. ജ്വലിക്കട്ടെ, കാറ്റടിക്കട്ടെ. നിന്റെ അകത്ത് അല്പമെങ്കിലും തീയുണ്ടെങ്കിൽ, നിന്റെ അകത്ത് അല്പമെങ്കിലും തീയുടെ അംശമുണ്ടെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവിന്റെ കാറ്റ് അതിനെ വീർപ്പിച്ച്, അതിനെ ഊതി വീർപ്പിച്ച്, അതിനെ കത്തിച്ച് 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 നിന്നെ പുറത്തെടുക്കാൻ പോകുന്നത് തീയായി, തീപന്തമായി, ഒരു തീ കഷ്ണമാക്കി. യെസ് യെസ് യെസ്. അകത്തു നിന്ന് അഭിഷേകം ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ. അഭിഷേകം ജ്വലിക്കട്ടെ, അഭിഷേകം ജ്വലിക്കട്ടെ. ഈ കാറ്റ് നിന്റെ മേൽ വീശുന്നത്, ഹല്ലേലൂയ, നീ മിണ്ടാതിരിക്കാനല്ല, നിന്റെ അകത്തിന് ചില ചലനം സംഭവിക്കാൻ പോകുകയാ. നിന്റെ അകത്തുനിന്നൊരു കത്തൽ അനുഭവപ്പെടാൻ പോകുക. കഴിഞ്ഞ നാളുകളിൽ തളർന്നിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, പിശാച് നിന്നെ വിഴുങ്ങുന്നത് പോലെ നിന്റെ നന്മകളെ, നിന്റെ അനുഗ്രഹങ്ങളെ അല്ലെങ്കിൽ ഇരുള് വിഴുങ്ങിയെങ്കിൽ, അല്ലെങ്കിൽ ഇരുൾ നിന്നെ മൂടിയെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ അകത്തുനിന്ന് വ്യാപരിക്കുന്ന തീ, ഹല്ലേലൂയ, ഇരുളിനെ ഭേദിച്ച്, ഇരുളിനെ ഹല്ലേലൂയ തകർത്തുകൊണ്ട് നിന്റെ അകത്തുനിന്ന് ഈ തീ പുറത്തു വരാൻ പോകുന്നു. യെസ്, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. ഇന്ന് പകലിൽ നീ മടങ്ങി ഭവനത്തിൽ കയറുമ്പോ, ഹല്ലേലൂയ, ഇനി വാഴ്ചകളല്ല, ഹല്ലേലൂയ, നീ ഒരു പ്രകാശമായി, ഹല്ലേലൂയ, ഏത് കൂരിരുളിനെയും പ്രകാശിപ്പിക്കുന്ന, ഹല്ലേലൂയ, ഹല്ലേലൂയ, തീയായി, തീ കഷ്ണമായി, പ്രകാശമായി, ലൈറ്റായി ദൈവം നിന്നെ പ്രയോജനപ്പെടുത്താൻ പോകും. കർത്താവിനെ അറിഞ്ഞ നിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ തീയെ ആണ് സ്വർഗം പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരുടെ അകത്ത് ഈ തീയുണ്ട്, സ്തോത്രം. പക്ഷെ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, എൻ്റെ ഉത്തരവാദിത്വമാണ് ഇതിനെ ജ്വലിപ്പിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. എത്രമാത്രം ഇത് ജ്വലിക്കുമോ അത്രമാത്രം നീ അത്ഭുതങ്ങളെ കാണാൻ തുടങ്ങും. എത്രമാത്രം നിന്റെ അകത്ത് ഇത് ജ്വലിച്ചുകൊണ്ടിരിക്കുമോ. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ചെറിയ ലൈറ്റിന്റെ അടുത്തൊക്കെ, ഹല്ലേലൂയ, ഈ പ്രാണികളൊക്കെ വന്ന് കറങ്ങുന്ന കാണാം, ഇല്ലേ? ഈ ട്യൂബ് ലൈറ്റൊക്കെ ഇട്ടിരുന്ന അതിലൂടെയൊക്കെ പ്രാണിയൊക്കെ വന്നിരിക്കുന്ന കാണാം. വലിയ ഹാലജനുണ്ട്, ഒരു 2000 വാട്ട്സ് ഒക്കെ ഉള്ളത്. ഇതിന്റെ സൈഡ് അടുത്തൂടെ പറന്നു പോകുന്ന കാണാം. പിന്നെ നമ്മൾ കാണുന്ന കരിഞ്ഞ് താഴെ കിടക്കുന്നതാണ്. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? നീ എന്നും പോരാട്ടം ബന്ധനം എന്ന് പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ അകത്ത് ഈ തീ ഇല്ലെന്നാ. എന്ന് നിനക്ക് പ്രശ്നമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്റെ അകത്തെ ഈ ഫിലമെന്റ് വർക്ക് ചെയ്യുന്നില്ലെന്നാ. സ്തോത്രം. എന്ന് നിനക്ക് വിഷയമാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലെങ്കിൽ എവിടെയോ അല്ലെങ്കിൽ നിന്റെ തീ നഷ്ടപ്പെട്ടു എന്നാണ്. ഹല്ലേലൂയ. എന്നാൽ നിന്റെ അകത്ത് തീയുള്ളവനെ അല്ലെങ്കിൽ പിശാചിനെ നന്നായിട്ട് അറിയാം. അവന്റെ 7 അയൽവക്കത്ത് ഈ സാധനം വരെയല്ല. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് അറിയോ? അവന്റെ അടുക്കലെത്തിയ അവൻ ശാസിക്കുന്നത് കൊണ്ടല്ല, അവൻ പോ പിശാച് എന്ന് പറയുന്നതുകൊണ്ടല്ല, അവന്റെ തീയുടെ ചൂടവന് ദൂരെ നിന്നെ അറിയാന്ന്. അറിയാന്തരെ പിടികിട്ടുന്ന ദൈവമക്കൾ ഒന്ന് സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതിനറിയാം ഇവനോട് കളിച്ചാൽ ശരിയാകില്ലെന്നറിയാം, ഇവന്റെ അടുക്കലേക്ക് പോയാൽ ശരിയാകില്ലെന്നറിയാം, ഇവളുടെ അടുക്കലോട്ട് ചെന്നാൽ ഇവള് തീപ്പന്തമാന്ന്, ഹല്ലേലൂയ, പിടികിട്ടുന്നത് അടുത്തുവരെയും അതുവരെയും പിശാച് തന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർക്കുക, നമ്മുടെ എല്ലാവരുടെയും അകത്ത് ഈ ഹല്ലേലൂയ തീ ദൈവം തന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ആ പ്രകാശമായിട്ട് ദൈവം ആക്കി വെച്ചിരിക്കുക. നമ്മുടെ ഹല്ലേലൂയ, നമ്മളുടെ ജീവിതത്തിനകത്തുള്ള വിഷയം, നമ്മൾ ലോകവുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ ചില വീടുകളിൽ ചെല്ലുമ്പോൾ കാണാൻ കഴിയും, ബൾബൊക്കെ ഉണ്ട്, 100 വാട്ട് ബൾബൊക്കെ കിടക്കുന്നത്. പക്ഷേ ഇത് അവിടെ ചെല്ലുമ്പോൾ അരണ്ട വെളിച്ചമാണ്. ബൾബുണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വീട്ടിൻ്റെ അകത്തോട്ട് വരുമ്പോൾ ഒരുതരം മഞ്ഞ അരണ്ട വെളിച്ചമാണ്. ഇത് കാണുമ്പോഴേ നമ്മൾ ഇങ്ങനെ നോക്കും, ബൾബിലേക്ക് നോക്കുമ്പോൾ
ഈ ലൈറ്റ് മുഴുവൻ മാറാല പിടിച്ച്, ഇത് മുഴുവൻ അഴുക്ക് പിടിച്ച്, മേടിച്ചിട്ടതല്ലാതെ ഇത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത് മുഴുവൻ എന്ത് ചെയ്തിരിക്കുക? കറ പിടിച്ചിരിക്കുക. അകത്ത് ലൈറ്റ് കത്തുന്നുണ്ട്, പക്ഷെ ഈ ലൈറ്റ് പുറത്തോട്ട് വരുന്നില്ല. എന്താ? അകത്ത് ഫിലമെന്റ് കത്തി നിൽക്കുക. 100 വാട്ടും കത്തി നിൽപ്പുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ഒട്ടും പുറത്തോട്ട് വരുന്നില്ല പ്രകാശം. എന്താ കാരണം? നമ്മൾ ബൾബ് മാറ്റുകയല്ല അവിടെ ചെയ്യണ്ടേ. പിടിക്കട്ടെ, ആഴ്ചയിലൊരിക്കൽ ബൾബ് മാറ്റിയിട്ടല്ല കാര്യം. നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് കഴുകിയിടുക, ഇതിനെ ഒന്ന് തുടച്ചു കളഞ്ഞാൽ മതി. സ്വോത്രം, ഒരു സ്വോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അല്ലേ? കണ്ടിട്ടില്ലേ? ഇന്ന് തന്നെ നിങ്ങൾ വീട്ടിൽ ചെന്ന് നോക്കിയാൽ അറിയാം, പുകയും കരിയൊക്കെ പിടിച്ച് ഇരിക്കുന്ന ബൾബ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ അതിനെ ഒന്ന് തുടച്ചിട്ട് നോക്കി, എന്തോ ചെയ്യും? പണ്ട് മേടിച്ചിട്ടതുപോലെയുള്ള പ്രകാശം അതിനകത്തുണ്ട്. ബൾബിന്റെ കുഴപ്പമല്ല, നിന്റെ അകത്തുള്ള തീയുടെ കുഴപ്പമല്ല നിന്റെ വിഷയം. നിന്റെ മേൽ പടർന്നു പിടിച്ച മാറാലയാ, നീ അത് അനുവദിച്ചു കൊടുത്തതുകൊണ്ട്. ഹല്ലേലൂയ. നിന്റെ അകത്തെ പ്രകാശത്തെ പുറത്തു വരാതെ നിന്റെ മേൽ പിടിച്ചിരിക്കുന്ന മാറാലകളെ ഇന്ന് പകലിൽ ഹല്ലേലൂയ നമ്മൾ തുടച്ചു കളയാം. ഓ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിലായി എനിക്കൊരു വിടുതലുമില്ല. ക്രിസ്തുവിലായി ഇപ്പോഴും എനിക്ക് പോരാട്ടമാ, ഇപ്പോഴും എനിക്ക് ബന്ധനമാ. അവര് ചെയ്യുന്നു, ഇവര് ചെയ്യുന്നു, അതിലേ പോകുന്നു, ഇതിലേ പോകുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ പറയുമ്പോൾ ഓർത്തോളണം, എന്തുകൊണ്ട് നിനക്ക് മാത്രം എന്നും പോരാട്ടം? എന്തുകൊണ്ട് ഇതൊക്കെ നിന്നെ സ്വാധീനിക്കുന്നു? എന്തുകൊണ്ട് നിന്റെ വീട്ടിൽ ഇത് വരുന്നു? എന്തുകൊണ്ട് നിന്റെ വീട്ടിനകത്ത് പ്രകാശമില്ലാത്തത്? ദൈവവചനം പറയുന്നു, ദൈവം നിന്നെ വെളിച്ചമായി വിളിച്ചിരിക്കുന്നു. ഇറ്റ് മീൻസ് നിന്റെ അകത്ത് ഓൾറെഡി ലൈറ്റ് ഉണ്ട്. ഈ മിന്നാമിനുങ്ങി സ്വയം പ്രകാശിക്കുന്നത് പോലെ നിന്റെ അകത്ത് സ്വയം പ്രകാശിക്കുന്ന ദൈവത്തിന്റെ പ്രകാശം നിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ എത്ര മാറാല പിടിച്ചാലും നിന്റെ അകത്തെ തീയെ കെടുത്താൻ ഒരു പിശാചിനും കഴിയില്ല. ഓ, സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അതുകൊണ്ടാ തളർന്ന് നിരാശപ്പെട്ടുമൊക്കെ ആരാധനയ്ക്ക് അല്ലെങ്കിൽ കറപുരണ്ട് അല്ലെങ്കിൽ മാറാല പിടിച്ചൊക്കെ ആരാധനയ്ക്ക് അകത്തോട്ട് വരുമ്പോ ഇതിനകത്ത് വ്യാപരിക്കുന്ന കാറ്റ് നമ്മുടെ മേലൊന്ന് വീശി തുടങ്ങുമ്പോ അകത്ത് കിടക്കുന്ന ചെറിയ തീപ്പൊരി ഉണ്ടല്ലോ, അതിങ്ങനെ കത്തി കത്തി, ഓ, ഇന്ന് പകലിലും ഇതിനകത്ത് ആരെയൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിന്റെ അകത്ത് കിടക്കുന്ന മറഞ്ഞു കിടക്കുന്ന തീയെ, മറഞ്ഞു കിടക്കുന്ന ചാരം പിടിച്ചു കിടക്കുന്ന ചാരമായി കിടക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ആ തീപ്പൊരിയെ പരിശുദ്ധാത്മാവിന്ന് ആത്മാവിന്റെ കാറ്റടിപ്പിച്ച് നിന്റെ മേൽ ആ അഭിഷേകത്തിന്റെ കാറ്റ് പകർന്ന് നിന്റെ അകത്ത് കിടക്കുന്ന തീയെ അതിനൊരു തീപ്പന്തമാക്കി വിശ്വസിക്കുന്ന ദൈവമക്കൾ. അപ്പൊ പലപ്പോഴും ഹല്ലേലൂയ, ഈ പ്രശ്നങ്ങൾ നമ്മളെ പിടിക്കുന്നതിന്റെ കാരണം നമ്മുടെ അകത്ത് നിന്ന് ഈ ആ ഫ്ലെയിം, ആ ചൂട് പുറത്തു വരാത്തോണ്ടാണ്. അപ്പൊ പിശാചിന് ഈസി ആയിട്ട്, ഇരുളിന് ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നു അല്ലെ? ഈ മാറാല പിടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അരണ്ട വെളിച്ചമായി. വെളിച്ചമുണ്ട്, പക്ഷെ അരണ്ട വെളിച്ചമായി അല്ലേ? പലപ്പോഴും നമ്മുടെ അകത്ത് ഈ ഫുള്ളായിട്ടുള്ള ഈ ബ്ലെസ്സിങ്ങിനകത്ത് നമ്മൾ വരാത്തതിന്റെ കാരണം നമ്മൾ തന്നെ അനുവദിച്ചു കൊടുക്കുന്നുണ്ടാണ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ട്? നമ്മൾ പറയും, അവൻ രക്ഷിക്കപ്പെട്ടില്ല, എൻ്റെ വീട്ടിൽ ഇനിയും ആൾക്കാർ രക്ഷിക്കപ്പെടാനുണ്ട്. ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. നിന്റെ വീട്ടിൽ ഇനി ആര് മാനസാന്തരം, അതൊന്നും അല്ല ദൈവത്തിന് വിഷയം. നിന്നെ ദൈവം ഹല്ലേലൂയ ആ ഭവനത്തിന്റെ പ്രകാശമാക്കി വിളിച്ചിരിക്കുകയാണ്. നീ മതി. അവിടെ 1000 ഇരുള് ഹല്ലേലൂയ ഉണ്ടെങ്കിലും ഒറ്റ മെഴുകുതിരി മതി ആ സകലത്തിനെ മാറ്റാൻ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? കൂരിലുള്ള അതിനകത്ത് നമ്മൾ ഹല്ലേലൂയ പണ്ടത്തെ ആൾക്കാർ വിളക്കുമായിട്ട് അകത്തോട്ട് ചെല്ലുമ്പോൾ
പറഞ്ഞു തീരും മുമ്പ് എങ്ങോട്ട് പോയെന്നറിയില്ല. ഇരുളെല്ലാം എന്ത് ചെയ്യുക, നീങ്ങിപ്പോകുന്നത് പോലെ നീ നിന്റെ വീട്ടുകാരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കരുത്. എൻ്റെ വീട്ടിൽ ഇന്നയാള് രക്ഷിക്കപ്പെടാനുണ്ട്, ഇന്നയാള് മാനസാന്തരപ്പെടാനുണ്ട്. ഇതൊന്നും അതിനൊന്നും അല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്നെ വിളിച്ചത് നിന്റെ ഭവനത്തിനകത്ത് സകലർക്കും വെളിച്ചം നൽകാനാ, എല്ലാവർക്കും വെളിച്ചം നൽകാനാ. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞേ. നിന്നെ ലോകത്തിന്റെ വെളിച്ചമാക്കി സ്വർഗത്തിന്റെ ദൈവം വെച്ചിരിക്കുന്നു. കമോൺ, വായിച്ചാട്ടെ. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. അപ്പൊ ഈ വെളിച്ചമാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ നടക്കണം പറഞ്ഞേ? എങ്ങനെ നടക്കണം? എങ്ങനെ നടക്കണം? വെളിച്ചത്തിലുള്ളവരായി നടക്കണം. എന്നുവെച്ചാൽ ഞാനൊരു വെളിച്ചമാണെന്നുള്ള ബോധത്തിൽ അങ്ങോട്ട് നടക്കണം. പിടി കിട്ടുന്നുണ്ടോ? ഒരു സ്തോത്രം പറഞ്ഞേ. അപ്പൊ എങ്ങനെ നടക്കണം? കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്ത് വന്ന് ഹല്ലേലൂയ വെളിച്ചമെന്ന് പറഞ്ഞു പോകാനല്ല, വെളിച്ചത്തിലുള്ളവരായി നടക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് ആരാഞ്ഞ് നിനക്ക് വെളിച്ചത്തിൽ കണ്ടിന്യൂസ് ആയി നടക്കാൻ കഴിയണമെങ്കിൽ, മാറാല കയറാതെ, അഴുക്ക് കയറാതെ ഈ പ്രകാശം നിനക്ക് കീപ്പ് ചെയ്യണമെങ്കിൽ, അതിനെ നിനക്ക് സൂക്ഷിക്കണമെങ്കിൽ നീ എന്തോ ചെയ്യണം? വെളിച്ചത്തിലുള്ളവനായി നടക്കണം. ഒരു സ്തോത്രം പറഞ്ഞേ. സകല സൽഗുണവും, വെളിച്ചത്തിന്റെ ഫലമാ ഞാൻ പറയുന്നേ, സകല സൽഗുണവും സദ്ഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. വെളിച്ചത്തിന്റെ ഫലം എന്തുവാ? എന്നോട് വായിച്ചേ, പറഞ്ഞേ. സകല സദ്ഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. നീ ഭയങ്കര വെളിച്ചമാന്ന് പറയുക, പക്ഷെ കയ്യിലിരിപ്പ് മുഴുവൻ ഇരുളിന്റെ പ്രവൃത്തിയാണെങ്കിൽ ശരിയാവും? ഇല്ല. നീ വെളിച്ചത്തിലാണെങ്കിൽ വെളിച്ചത്തിന്റെ പ്രവൃത്തികൾ നിന്റെ അകത്ത് വെളിപ്പെടും. റിയൽ വെളിച്ചമാണെങ്കിൽ വെളിച്ചത്തിനും ഇരുളിനുമായി ഒരു ബന്ധവും ഇല്ല. നിന്റെ അകത്ത് വെളിച്ചമുണ്ടേ ഇരുളിന് അവിടെ സ്ഥാനമുണ്ടോ? ഉണ്ടോ? ഇരുള് പറയുക, ഞാൻ ഇനി എത്ര രേറ്റിട്ടാലും പോകില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. ഇരുട്ട് മാറ്റിയിട്ട് വെളിച്ചം കൊണ്ടുവരാന്ന് വിചാരിച്ചാൽ നടക്കോ? നമ്മളങ്ങ് പ്രകാശിച്ചാൽ മതി, അല്ലേ? നമ്മളങ്ങ് പ്രകാശിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഇരുൾ മാറിപ്പോകും. ഒരു സ്തോത്രം പറഞ്ഞേ. അപ്പൊ നമ്മുടെ അകത്ത് ഈ വെളിച്ചത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ അകത്ത് വെളിപ്പെടണം. വെളിച്ചത്തിന്റെ പ്രവൃത്തികൾ ഫലം എന്തുവാണ്? സദ്ഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ഇരുളിന്റെ പ്രവൃത്തികൾക്ക് കൂട്ടാളികൾ ആകരുത്. നമ്മുടെ ഈ വെളിച്ചം കെട്ടുപോകുന്നത് എന്തുകൊണ്ടാ? ഇരുളിന്റെ പ്രവൃത്തികളിൽ നാം കൂട്ടാളികളാകുമ്പോൾ നമ്മുടെ അകത്തെ വെളിച്ചം എന്ത് ചെയ്യുന്നു? ഈ മാറാല പിടിക്കാനും കരി പിടിക്കാനും അടുക്ക് കയറാനും നമ്മൾ സമ്മതിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇരുളിന്റെ പ്രവൃത്തികൾക്ക് കൂട്ടാളികളാകുന്നു. നമ്മൾ മുമ്പേ എങ്ങനെയുള്ളവരായിരുന്നു? ഇരുളിന്റെ പ്രവൃത്തികൾ തന്നെ ആയിരുന്നു. അവിടെ നിന്നാണ് ദൈവം നമ്മളെ വെളിച്ചമാക്കിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യരുത്? ഇരുളിന്റെ പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്. ഒരു സ്തോത്രം പറഞ്ഞേ. എനിക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വായിച്ചേ. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ഇത് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, നിന്റെ അകത്ത് ഈ പ്രകാശം ദൈവം തന്നിരിക്കുന്നു. പക്ഷെ നീ എന്ത് ചെയ്യുവാണ്? ഉറങ്ങുകയാ. നീ കിടന്നുറങ്ങുക. ആരുടെ ഇടയിലാ കിടന്നുറങ്ങുന്നേ? ഉറങ്ങുന്നവനെ
മരിച്ചവരുടെ ഇടയിൽ നിന്ന്. ഈ മരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, അത് കാണിക്കുന്നത് ഇരുളിനെയാണ്. നിനക്കൊരിക്കലും മരിക്കാൻ കഴിയില്ല. നീ കർത്താവിന്റെ പ്രകാശം നിന്റെ അകത്തുണ്ട്. നീ മരിക്കുകയല്ല, പക്ഷെ നീ മരിച്ചവരുടെ ഇടയിൽ കിടന്നുറങ്ങുകയാണ്. ഒരു സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ. നീ പാപത്തിന്റെ ഇടയിൽ കിടന്നുറങ്ങുകയാണ്. നീ മരണത്തിന്റെ ഇടയിൽ കിടന്നുറങ്ങുകയാണ്. കർത്താവ് പറയുന്നു, നിന്റെ അകത്തെ പ്രകാശം വെളിപ്പെടേണ്ടതിന് ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന് ഇതിനകത്തിരിക്കുന്ന എന്നോടും നിന്നോടും പറയാനുള്ളത്, ഉറക്കത്തിന്റെ അനുഭവത്തിനകത്ത് നിന്ന് നീ എഴുന്നേറ്റ് പ്രകാശിക്കാൻ തുടങ്ങുമ്പോഴാണ് യഹോവയുടെ പ്രകാശം നിന്റെ മേൽ വന്നു പതിക്കുന്നത്. ഇന്ന് പകലിൽ എത്ര പേർ അതിന് റെഡിയാ? ഓ ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. ഉറക്കത്തിന്റെ അനുഭവത്തിനകത്ത് നിന്ന്, ഉറങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിനകത്ത് നിന്ന്, ഇതിനകത്തിരിക്കുന്ന ദൈവവൈതലെ നിന്നെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, ഉറക്കത്തിന്റെ അനുഭവത്തിനകത്ത് നിന്ന് നീ എഴുന്നേറ്റ് പ്രകാശിക്കുക. ദൈവത്തിന്റെ പ്രകാശം നിന്റെ മേൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടി നമ്മൾ നോക്കാൻ പോവുകയാണ്. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവിൻ. ഇവിടെ പറയുന്നു, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഈ എങ്ങനെ നമുക്ക് നമ്മുടെ അകത്ത് കിടക്കുന്ന ഈ തീയെ പുറത്തു കൊണ്ടുവരാമെന്ന് ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും പറയും ഇവിടെ ദൈവവചനം പറയുന്ന ആത്മാവിൽ നിറഞ്ഞുകൊള്ളുവിൻ. ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ വരികയാണ്. നമ്മുടെ അകത്ത് കിടക്കുന്ന ഈ തീയെ നമ്മൾ പുറത്തു കൊണ്ടുവരുന്നത് എങ്ങനെ? വചനം പറയുന്നു, നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞുകൊള്ളുവിൻ. നമ്മൾ വചനം പഠിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓൾറെഡി നമ്മുടെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? നിറഞ്ഞിട്ടുണ്ട്. നിറവുണ്ടോ ഇല്ലേ? നമ്മളെ അകത്ത് നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ അകത്ത് ഈ തീയുള്ളത്. ആത്മാവില്ലാത്തവന്റെ അകത്ത് എന്ത് കാണില്ല? കർത്താവെന്ന് കേട്ടാലോ, പ്രാർത്ഥനയെന്ന് കേട്ടോ, ആരാധന കേട്ടോ, നമ്മൾ ഇതിനകത്തിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ യേശു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കൈയടിക്കാനും പാടാനും പ്രാർത്ഥിക്കാനൊക്കെ തോന്നുന്നത് നമ്മുടെ അകത്ത് ഈ തീ കിടക്കുന്നതുകൊണ്ടാണ്. സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഈ തീ ഇങ്ങനെ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മൾ അറിയാതെ എന്ത് ചെയ്യുന്നു? കർത്താവിനെ അങ്ങ് സ്തുതിച്ചു പോകുന്നു, ആരാധിച്ചു പോകുന്നു, ചാടിപ്പോകുന്നു, തുള്ളിപ്പോകുന്നു. ഇതൊക്കെ നമ്മുടെ അകത്ത് ഈ തീ കിടക്കുന്നതുകൊണ്ടാണ്. പിന്നെ എങ്ങനെ നമുക്ക് ആത്മാവിൽ അല്ലെങ്കിൽ കൂടുതൽ നിറയാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ എല്ലാ ആഴ്ചയും വന്ന് കർത്താവേ എന്നെ നിറയ്ക്കണമേ 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 എന്ന് പറയുന്നതല്ല. നമ്മുടെ അകത്തെ ആത്മാവിനെ, നമ്മുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. ചിലർ പറയും, ഓ അവൻ ഇപ്പൊ കോപത്തിൽ നിറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ആ സമയത്ത് കോപത്തിൽ നിറഞ്ഞതാണോ? അപ്പൊ ഭയങ്കര ദേഷ്യത്തിൽ നിറഞ്ഞു നിൽക്കുക, അങ്ങോട്ട് പോകല്ലേ എന്ന് ആൾക്കാർ പറയും. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ആ സമയത്ത് ദേഷ്യം വന്നിറങ്ങുവാണ്. അകത്ത് കിടന്ന ദേഷ്യം എന്ത് ചെയ്യുക? ദേഷ്യ സ്വഭാവം ഫില്ലായി നിറഞ്ഞങ്ങോട്ട് പുറത്തു വരുക. അപ്പൊ ആത്മാവിൽ നിറയുക. ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ നിന്റെ ജഡത്തെ കീഴ്പ്പെടുത്തിയിട്ട് അകത്ത് കിടക്കുന്ന ഈ തീയെ പൂർണ്ണമായിട്ട്, ഈ ആത്മാവിനെ പൂർണ്ണമായിട്ട് എൻ്റെ മേൽ പ്രവർത്തിക്കാൻ ഞാൻ അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. ഒരു സ്തോത്രം പറഞ്ഞേ. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? എങ്ങനെയാ നിറയുന്നേ? അതുകൊണ്ട് ആ വചനം പറയുന്നേ, അല്ല ഞാനോ കുറയണം, ക്രിസ്തുവോ എന്നിൽ വളരണം.
ഞാൻ കുറയുമ്പോഴാണ്, അല്ലെങ്കിൽ ഞാൻ ക്രിസ്തുവിനെ വളരാൻ അങ്ങ് വിട്ടുകൊടുക്കുമ്പോൾ, ഞാൻ നേരെ തിരിച്ചാ പറയുന്നത്. ഞാൻ കുറഞ്ഞിട്ട് ഒരിക്കലും ക്രിസ്തുവിന് വളരാൻ കഴിയില്ല. പക്ഷെ ക്രിസ്തു എൻ്റെ അകത്ത് വളരുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായി അങ്ങ് കുറയും. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? ഓ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. എടേ, എൻ്റെ ജഡത്തിന്റെ ചിന്തകളും ഈ മാറാലേക്ക് മാറണമെങ്കിൽ എൻ്റെ അകത്തുള്ള തീ അങ്ങോട്ട് പുറത്തോട്ട് കത്തി അങ്ങോട്ട് വരുമ്പോ എൻ്റെ പുറത്തുള്ള ഇതെല്ലാം അങ്ങ് ചാരമായി പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? ഞാൻ എൻ്റെ ആത്മാവിനെ അങ്ങ് അനുവദിച്ചു കൊടുക്കുക. കർത്താവേ, എന്നിൽ അങ്ങോട്ട് വളരട്ടെ, എന്നിൽ അങ്ങോട്ട് പ്രകാശിക്കുക. ഞാൻ അങ്ങ് സമർപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ അകത്തു കിടക്കുന്ന തീയെ കത്താൻ ഞാൻ അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? എൻ്റെ അകത്ത് ആത്മാവിൻ്റെ ഈ കാറ്റങ്ങോട്ട് അടിക്കുന്നതും എൻ്റെ അകത്ത് കിടക്കുന്ന ഈ ആത്മാവ് അങ്ങോട്ട് വളരാൻ തുടങ്ങും, ഈ തീ അങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ അകത്ത് ആത്മാവിൻ്റെ നിറവ് വെളിപ്പെടുമ്പോൾ ഞാൻ അങ്ങ് കുറഞ്ഞിട്ട്, ഞാൻ ഒന്നുമല്ലാതായി തീർന്നിട്ട് എൻ്റെ അകത്ത തീ എന്നിൽ വെളിപ്പെട്ട് നിൽക്കും. ഇന്ന് പകലിൽ ചിലതിൻ്റെ അകത്ത്, ഹല്ലേലൂയ, അകത്ത് മാത്രമല്ല, നിന്നെ കാണുന്നവർ പറയാൻ പോകും, നിന്നെ തൊടാൻ വരുന്നവൻ തിരിച്ചറിയാൻ തുടങ്ങും. ഹല്ലേലൂയ, ഇതൊരു തീപ്പന്തമാണ്, ഇതൊരു ഹല്ലേലൂയ സാധാരണ വ്യക്തിയല്ല. ഇവന്റെ അകത്തൊരു തീയുണ്ട്, ഇവന്റെ മേലൊരു അഭിഷേകമുണ്ട്, ഇവളുടെ മേലൊരു അഭിഷേകമുണ്ട്, ഇവന്റെ മേലൊരു തീയുണ്ട്. ഇന്ന് പകലിൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ അകത്തുള്ള തീയെ പുറത്തു കൊണ്ടുവരുവാൻ? ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ചേർത്തടിച്ച് ഹല്ലേലൂയ വചനം പറയുന്നു, ഇത് അന്ത്യകാലമാകയാൽ ഇത് തക്കത്തിൽ ഉപയോഗിക്കണം. നിന്റെ അകത്തുള്ള തീയെ തക്കത്തിൽ ഉപയോഗിക്കാൻ. യെസ് യെസ് യെസ്. പിതാവേ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവിടുത്തെ മഹത്വം ഞങ്ങളുടെ മധ്യത്തിൽ പകരുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വന്നതുപോലെ അല്ല, ഞങ്ങളുടെ അകത്ത് അല്ലെങ്കിൽ പലപ്പോഴും ഞങ്ങളുടെ ജഡത്തെ മറച്ചു കളയുന്ന ജഡത്തെ, ഹല്ലേലൂയ, ജഡപരമായ ചിന്തകൾ കൊണ്ട് ഞങ്ങളുടെ അകത്തെ തീയെ അല്ലെങ്കിൽ മറച്ചു കളയുന്ന ദുഷ്ട സ്വാധീനങ്ങൾ മാറുന്നതിനായി സ്തോത്രം. ഇന്ന് അവിടുത്തെ പ്രകാശം ഞങ്ങളുടെ മേൽ ജ്വലിക്കുന്നു. കർത്താവിന്റെ വചനം പറയുന്നു, ഉറങ്ങുന്നവരെ മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കട്ടെ. കർത്താവ് ഈ പ്രിയപ്പെട്ടവരുടെ മേൽ പ്രകാശിക്കട്ടെ, ലോകത്തിന്റെ വെളിച്ചമായി തീരട്ടെ. അല്ലെങ്കിൽ വിളക്ക് കത്തിച്ച് പറയൻകീടല്ല, തണ്ടിന്മേലത്രേ വെക്കേണ്ടത്. ഒരു മലമേൽ പ്രകാശിക്കുന്ന ഹല്ലേലൂയ വെളിച്ചമായി തീരട്ടെ, ലോകത്തിന്റെ മധ്യത്തിൽ പ്രകാശിക്കുന്ന വെളിച്ചമായി തീരട്ടെ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഇന്ന് ഇവർ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ആ ഭവനത്തിനകത്തെ സകല ഇരുളിന്റെ സ്വാധീനങ്ങളും ഓടി മാറുന്നത് ഈ പ്രിയപ്പെട്ടവർ കാണട്ടെ. യെസ്, ഇവർ സഞ്ചരിക്കുന്ന ദേശങ്ങളിൽ, പട്ടണങ്ങളിൽ, ഹല്ലേലൂയ, ഇവർ എവിടെ ചെല്ലുമോ അവിടെയൊക്കെയും ഇരുൾ നീങ്ങിപ്പോകുന്നത് കാണുമാറാകട്ടെ. ഇവിടെ അകത്തെ ആ ചൂട് ലോകം തിരിച്ചറിയട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും നിറയ്ക്കും. രോഗങ്ങളെ അവിടെ നിന്ന് സൗഖ്യമാക്കുന്നത് കൊണ്ട് സ്തോത്രം. ഞാനിവിടെ പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും ദൈവത്തിന്റെ തിരുകരം ചലിച്ചതിനായി സ്തോത്രം. കർത്താവിന്റെ മഹത്വം കൂടിയിരിക്കും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. കടന്നു വന്ന ജനത്തെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഉയരത്തിലെ സകല നന്മകളാലും ആത്മീയ ഭൗതിക നന്മകളാലും പ്രിയപ്പെട്ടവരെ നിറച്ചുകൊണ്ടും ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആശീർവാദം കൈക്കൊള്ളുക. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും നാം എല്ലാവരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും കടന്നു വന്ന സകല ജനത്തിന്റെ മേലും എന്നും എപ്പോഴും കാല അവസാനത്തോളം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ചെയ്ത് നൽകിയ ദൈവത്തെ ആർപ്പോടെ സ്തോത്രം ചെയ്യാം. സന്തോഷത്തോടെ ഒരിക്കൽ കൂടി കർത്താവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.